എൻ്റെ പേര് ഹിരൻ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറപടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലേക്കുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ചാനലായ സിക്സ്ത് സെൻസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷം എന്നതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ഭരണപക്ഷം ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാകാം. ചിലപ്പോൾ ഭരണപക്ഷത്തിൻ്റെ ഭരണം ക്രിട്ടിസൈസ് ചെയ്ത് ചിലപ്പോൾ നല്ല ഭരണം മാക്കുന്നതിന് വേണ്ടിയാകാം നമുക്ക് പ്രതിപക്ഷം ഉണ്ടായേ മതിയാവും. അതായത് ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷം വഹിക്കുന്നത് പോലെ തന്നെ പങ്ക് പ്രതിപക്ഷവും വഹിക്കുന്നു എന്ന് ചുരുക്കം. പ്രതിപക്ഷവും ജനാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള PSCയുടെ LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഓപ്പോസിറ്റ് ലീഡേഴ്സ് അഥവാ പ്രതിപക്ഷ നേതാക്കൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചില ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് ചില നേതാക്കളെ പരിചയപ്പെടാം. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം AK ഗോപാലനാണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ AK ഗോപാലനാണ്. ലോകസഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ റാം സുഭഗ് സിംഗ് ആണ്. ആരാണ്? ഡോക്ടർ റാം സുഭഗ് സിംഗ്. അതായത് ലോകസഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? റാം സുഭഗ് സിംഗ് ആണ്. ലോകസഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി ആര് എന്നാൽ CM സ്റ്റീഫനാണ്. അതായത് ലോകസഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി, മലയാളി എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഏക മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CM സ്റ്റീഫനാണ്. ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് YB ചവാനാണ്. ആരാണ്? ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? YB ചവാനാണ്. ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമലാപതി ത്രിപാഠി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്തായിരുന്നു ചോദ്യം? ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. അടുത്ത ചോദ്യം, ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത. എന്താണ് ചോദ്യം? ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? സോണിയ ഗാന്ധി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി എന്ന് പറയുന്നത് AB വാജ്പേയി ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോക്സഭ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? AB വാജ്പേയി അഥവാ അടൽ ബിഹാരി വാജ്പേയി. അടുത്ത ചോദ്യം, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി എന്ന് പറയുന്നത്, പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയല്ല, പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ്. നമ്മൾ AB വാജ്പേയിയെ കുറിച്ച് എന്താ പറഞ്ഞ? ലോക്സഭയായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ എന്താണ്? അത് രാജ്യസഭയാണ്. അതുപോലെ തന്നെ ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് LK അദ്വാനിയാണ്. ആരാണ്? LK അദ്വാനി. പ്രധാനമന്ത്രിയായ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്. അതുപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവും രാജീവ് ഗാന്ധിയാണ്. എന്താണ്? രണ്ട് ചോദ്യങ്ങളാണ് രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രിയായ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയാണ്.
അതുപോലെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവ് എന്നതിൻ്റെ ഉത്തരവും എന്താണ്? രാജീവ് ഗാന്ധിയാണ്. അടുത്ത ചോദ്യം, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം കേരള ഗവർണറായ വ്യക്തി എന്ന് പറയുന്നത് സിക്കന്ദർ ഭക്താണ്. ആരാണ്? സിക്കന്ദർ ഭക്ത്. അതായത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം കേരള ഗവർണറായ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? സിക്കന്ദർ ഭക്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഒന്ന്, ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. ആദ്യം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. അതിൻ്റെ ഉത്തരം എന്താണ് നമ്മൾ പറഞ്ഞത്? AK ഗോപാലൻ എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? രണ്ടാമത് ചോദിച്ച ചോദ്യം ലോകസഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ് ആര് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം എന്താണ്? റാം സുബഗ് സിംഗ് എന്നുള്ളതാണ് ഏതിൻ്റെ ഉത്തരം? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമതായി നമ്മൾ ചോദിച്ചത് ലോകസഭയിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ ഏക മലയാളി. അതിൻ്റെ ഉത്തരം എന്താണ്? CM സ്റ്റീഫൻ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പിന്നീട് നമ്മൾ ചോദിച്ച ചോദ്യം, ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭ പ്രതിപക്ഷ നേതാവ് അതാരായിരുന്നു? YB ചവാൻ ആണ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അടുത്തതായി ചോദിച്ച ചോദ്യം, ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ രാജ്യസഭ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം കമലാപതി ത്രിപാഠി എന്നുള്ളതാണ്. എന്തായിരുന്നു ചോദ്യം? ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. പിന്നെ ആറാമതായി നമ്മൾ ചോദിച്ച ചോദ്യം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു. എന്താണത്? ലോക്സഭ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത ആരാണത്? സോണിയ ഗാന്ധി. ഏഴാമതായി നമ്മൾ ചോദിച്ചത് ലോക്സഭ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി AB വാജ്പേയി. ഓക്കെ. എട്ടാമത് നമ്മൾ ചോദിച്ചത് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി അതാരാണ്? മൻമോഹൻ സിംഗ്. അപ്പോൾ AB വാജ്പേയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ലോകസഭയാണ്. ഇവിടെ എന്താണ്? മൻമോഹൻ സിംഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? രാജ്യസഭയാണ് പറഞ്ഞത്. ഓക്കെ. പിന്നീട് ചോദിച്ചത് ലോകസഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആര് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉത്തരം എന്താണ്? LK അദ്വാനി എന്നുള്ളതാണ്. പത്താമതായി ചോദിച്ച ചോദ്യം രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട നമ്മൾ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഏതൊക്കെയായിരുന്നു നമ്മൾ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, പ്രധാനമന്ത്രിയായ ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ വ്യക്തി. അടുത്തത് എന്താണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവ്. രണ്ടിൻ്റെയും ഉത്തരം എന്താണ്? രാജീവ് ഗാന്ധി തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം കേരള ഗവർണറായ വ്യക്തി ആര് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് എന്ത് എന്ന് പറയുന്നത്? സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ച് നോക്കാനുള്ളത്. അപ്പം ഈ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണുക, അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.